ഒരു പട്ടാള രഹസ്യത്തിന്റെ പേരിലാണല്ലോ രാഹുൽ ഗാന്ധി ബഹളം വെക്കുന്നത്. ശരിക്കും അതെന്താണ്? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ നമ്മുടെ സൈന്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൻ്റെ പേരിൽ ബഹളം ഉണ്ടാക്കുന്നു. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ഇതാണ് മാധ്യമങ്ങൾ പൊതുവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഗതിയെന്ന് മലയാളത്തിലെ മാധ്യമങ്ങൾ മനഃപൂർവ്വം പറയുന്നില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. സൈന്യത്തിൽ നിന്ന് വിരമിച്ച സൈനിക മേധാവിയായിരുന്ന മനോജ് മുകുന്ദ് നരവന ഒരു പുസ്തകം എഴുതുന്നു, 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. സൈനിക മേധാവികളായിരുന്നവർ പുസ്തകങ്ങൾ എഴുതും മുമ്പ് ആ പുസ്തകം കേന്ദ്ര സർക്കാർ കണ്ട് അനുമതി വാങ്ങണം. അത് നാട്ടുനടപ്പാണ്. നമ്മൾ മുമ്പൊന്ന് പറഞ്ഞതാണ്. പക്ഷേ അതിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ അതുകൊണ്ട് ഉറപ്പായും ഈ വീഡിയോ കാണണം. വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം കേന്ദ്ര സർക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ ചില ഭാഗങ്ങൾ കാരവൻ എന്ന് പറയുന്ന മോദി വിരുദ്ധ രാജ്യവിരുദ്ധ പ്രചാരണങ്ങൾക്ക് എന്നും ഒത്താശ നിന്നിട്ടുള്ള ഒരു മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കുന്നു. അതും കൊണ്ട് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ വരുന്നു. രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ വന്നിട്ട് പറയുന്നു, 2020 ഓഗസ്റ്റ് 3 പാങ്ഗോങ് സോ രചൻല എന്ന് പറയുന്ന സ്ഥലത്തെ ഇന്ത്യൻ പോസ്റ്റിന് നേരെ 4-5 ചൈനീസ് ടാങ്കുകളും അവരുടെ ഇൻഫൻട്രിയും വന്നു. അങ്ങനെ നമ്മുടെ പോസ്റ്റിന് നേരെ ചൈനീസ് ടാങ്കുകൾ വന്നു നിൽക്കുകയാണ്. വന്നു നിൽക്കുമ്പോൾ നരവന കരസേനാ മേധാവി എന്തു ചെയ്യണമെന്നറിയാൻ അജിത് ഡോവലിനെ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ വിളിക്കുന്നു, പ്രധാനമന്ത്രിയെ വിളിക്കുന്നു, പ്രതിരോധ മന്ത്രിയെ വിളിക്കുന്നു. എന്നിട്ടൊന്നും മറുപടി കിട്ടിയില്ല. അവസാനം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഉചിതം പോലെ ചെയ്യൂ എന്ന് മറുപടി പറഞ്ഞു. സൈന്യത്തിന് ഇഷ്ടം പോലെ ചെയ്യാമെന്നുള്ള മറുപടി കിട്ടി. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഇങ്ങനെ ചൈനീസ് ടാങ്കുകൾ വന്ന് നിന്നിട്ട് ഭരണകൂടം ഉത്തരവാദിത്തോടെ പെരുമാറിയില്ല, എന്ത് ചെയ്യണമെന്ന് പട്ടാളത്തിന് ഡയറക്ഷൻ കൊടുത്തില്ല. 2, ചൈനയുടെ ഇങ്ങനൊരു കടന്നുകയറ്റം ഉണ്ടായിട്ട് അത് രാജ്യത്തോട് പറഞ്ഞില്ല. ഈ 2 കാരണങ്ങളാണ് പ്രധാനമായും രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല. പുസ്തകം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുസ്തകത്തിൽ വരുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ ആവശ്യമാണ്. ഈ മോദി സർക്കാർ മാത്രമല്ല, ഇതിനു മുമ്പുള്ള എല്ലാ സർക്കാരും കാരണം സൈന്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർ എഴുതുന്ന പുസ്തകങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ, സെൻസർ ചെയ്തതിന് ശേഷം മാത്രമേ പ്രസിദ്ധീകരിക്കാൻ സമ്മതിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് പുതിയ കാര്യമല്ല. ഇനി ഇത് പറയുന്നത്, രാഹുൽ ഗാന്ധി പറയുന്നതിൽ കാര്യമുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. രാഹുൽ ഗാന്ധി നിങ്ങൾ രാജ്യസ്നേഹം എന്നൊക്കെ പറയുന്നില്ലേ, നിങ്ങൾ രാജ്യസ്നേഹികളല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ മനോജ് മുകുന്ദ് നരവന എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പച്ചക്കള്ളമാണ്. അത് പച്ചക്കള്ളമാണെന്നാണ് ക്രോണോളജിക്കലി കാര്യങ്ങൾ എടുത്താൽ നമുക്ക് മനസ്സിലാവും. നോക്കൂ, നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് സംയുക്ത സേനാ മേധാവിയായിരുന്ന ബിപിൻ റാവത്ത് മരിക്കുന്നു. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിക്കുന്നു. ഓർക്കുന്നുണ്ടല്ലോ, എല്ലാവരും ഓർക്കുന്നുണ്ട്. അപ്പോൾ കരസേനാ മേധാവി MM നരവനയായിരുന്നു. എല്ലാവരും കരുതി നരവന CDF ആകും എന്ന് കരുതി. പക്ഷേ സർക്കാർ നരവനയെ ആക്കിയില്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ പ്രൊസീജിയർ മാറ്റിയിട്ട് റിട്ടയർ ചെയ്ത അനിൽ ചൗഹാനെ CDS ആക്കി. നടപടിക്രമങ്ങളൊക്കെ, അതിൻ്റെ നിയമന ചട്ടങ്ങളൊക്കെ മാറ്റിയിട്ട് അനിൽ ചൗഹാനെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിട്ട് കേന്ദ്ര സർക്കാർ നിയമിച്ചു. എല്ലാവരും ഞെട്ടിപ്പോയി. സീനിയോറിറ്റിയുള്ള അടുത്ത ആളാവേണ്ട മനോജ് മുകുന്ദ് നരവന എന്തുകൊണ്ടായില്ല ചോദ്യം വന്നു. അപ്പോൾ എല്ലാവരും കരുതിയത് ഈ അഗ്നിവീർ പദ്ധതി തുടങ്ങുമ്പോൾ അത് സൈന്യത്തിൽ മൊത്തം വ്യാപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അപ്പോൾ മനോജ് നരവന പരസ്യമായിട്ട് പറഞ്ഞു, ഞങ്ങളിതൊരു ചെറിയ പദ്ധതിയായിട്ടാണ്, ഒരു സാമ്പിൾ പോലെ നടപ്പാക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ കേന്ദ്ര സർക്കാർ ടൂർ ഓഫ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് തുടങ്ങാൻ വെച്ചിരുന്ന ഇത് വ്യാപകമാക്കി നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോഴത്തേക്ക് അത് ഞങ്ങളെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. അത് ശരിയായ നടപടിയല്ല എന്നൊരു അഭിപ്രായം നരവനെ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതിയെ വിമർശിച്ചതുകൊണ്ട് നരവനയെ സംയുക്ത സേനാ മേധാവിയാക്കിയില്ല എന്നുള്ള ആക്ഷേപങ്ങൾ വന്നിരുന്നു. പക്ഷേ അന്നും ഒരാൾ പറഞ്ഞു, ബ്രഹ്മ ചെല്ലാനി എന്ന് പറയുന്ന ഡിഫൻസ് എക്സ്പെർട്ട് പറഞ്ഞു, അങ്ങനെയല്ല. ഒന്ന്, അനിൽ ചൗഹാൻ ചൈന വിദഗ്ധനാണ്. റിട്ടയർ ചെയ്തെങ്കിലും അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്നത് ചൈന വിദഗ്ധനാണ്. ചൈനയുടെ കാര്യത്തിൽ ചില വീഴ്ചകൾ നരവനയ്ക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കാര്യമായ വാർത്താ പ്രാധാന്യം കിട്ടില്ല. ഇപ്പോൾ ഇത് രാഹുൽ ഗാന്ധി ഇത് വിവാദമാക്കുകയും കാരവൻ്റെ ഈ ലേഖനം രാഹുൽ ഗാന്ധി വിവാദമാക്കിയതോടുകൂടി നരവന എടുത്ത ചില തെറ്റായ നിലപാടുകൾ, നരവന വേണമെങ്കിൽ എന്തുകൊണ്ട് അൺഫിറ്റായി എന്നതിൻ്റെ വസ്തുതകളാണ് പുറത്തു വരുന്നത്. നോക്കൂ, ആരും പറഞ്ഞിട്ടില്ല, 2020 ജൂൺ 15 സംഭവിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ പോസ്റ്റിലേക്ക്
ചൈനീസ് പട്ടാളം കയറി വരുന്നു. ചൈനക്കാരും ഇന്ത്യൻ ഭടന്മാരും തമ്മിൽ ഏറ്റുമുട്ടുന്നു. നമ്മുടെ 20 പേര് മരിച്ചു, ചൈനക്കാർ 100 പേരെടുത്ത് മരിച്ചു. അവരങ്ങോട്ട് ഏറ്റുമുട്ടിയത് കമ്പും കല്ലും കയ്യും കൊണ്ടായിരുന്നു. അതെന്താണ്? കാരണം 1993, 96, 2005 വർഷങ്ങളിൽ ഒരു കരാർ ഇന്ത്യയും ചൈനയും തമ്മിൽ LAC, പാകിസ്ഥാനുമായിട്ട് നമുക്കിവിടെ ഉള്ളത് ലൈൻ ഓഫ് കൺട്രോളാണ്, LOC ആണ്. ചൈനയുമായിട്ടുള്ളത് LAC ആണ്, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമല്ല അതിർത്തി. ഇപ്പോൾ കൈവശമുള്ള സ്ഥലം നമ്മുടേതാണെന്ന് പറയുന്ന സ്ഥലം ഇപ്പോഴും ചൈനയിലുണ്ട്, ചൈനക്കാർ അവകാശപ്പെടുന്ന സ്ഥലം ഇന്ത്യയിലുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള സ്ഥലം അതാണ് അതിർത്തി. അതും മാറാം. LAC ആണുള്ളത്. LACയിൽ 10 കിലോമീറ്ററിനുപ്പുറത്ത് 2 രാജ്യങ്ങളും വിമാനം പറപ്പിക്കാൻ പാടില്ല. നമ്മൾ 93, 96, 2005 വർഷങ്ങളിലെടുത്തിട്ടുള്ള കരാറാണ്. അതുപോലെ 2 കിലോമീറ്റർ, LACയുടെ 2 കിലോമീറ്റർ ഉൾപ്പുറത്തേക്ക് പട്ടാളക്കാർ, ചൈനീസ് പട്ടാളക്കാരും ഇന്ത്യൻ പട്ടാളക്കാരും കൈത്തോക്ക് പോലും കൊണ്ടു നടക്കാൻ പാടില്ല. ഇങ്ങനെ 2 രാജ്യങ്ങളും തമ്മിൽ കരാറുണ്ട്. അതുകൊണ്ടാണ് 2 രാജ്യത്തെയും പട്ടാളക്കാർ കമ്പിയും കല്ലും കൊണ്ടാണ് ആക്രമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടിയത്. ഇത് ചൈനീസ് പട്ടാളം ഇങ്ങനെ കടന്നുകയറ്റം ഉണ്ടാക്കി നമുക്ക് 20 പട്ടാളക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ, അതുണ്ടായത് 2020 ജൂൺ 15-നാണ്. ജൂൺ 15-ന് ഇതുണ്ടായപ്പോൾ അടുത്ത ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, പുതിയ റൂൾ ഓഫ് എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഫ്രീഡം ഓഫ് ആക്ഷൻ. അതിർത്തിയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ എന്തു ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? നമ്മുടെ പട്ടാളത്തിനുണ്ട്. പെർമിഷൻ ചോദിക്കണ്ട. 2, ഓൺ ദ സ്പോട്ട് പ്രതികരിക്കാം. അവിടുന്ന് അടി വന്ന തിരിച്ചടി, അവിടുന്ന് വെടി വന്ന തിരിച്ചു വെടി. സ്വതന്ത്ര അധികാരം സൈന്യത്തിന് ജൂൺ 15, 2020 ജൂൺ 15 ശേഷം സൈന്യത്തിന് കൊടുത്തു. എന്നിട്ട് യൂസ് ഓഫ് ഫയർ ആംസ് അനുവദിച്ചു. അതായത് സാഹചര്യം വന്നാൽ തോക്ക് ഉപയോഗിക്കാം എന്നും നമ്മൾ സൈന്യത്തിന് അധികാരം കൊടുത്തു. അതായത് എന്താണോ സാഹചര്യം അതിന് തത്തുല്യമായ നടപടി ഇന്ത്യൻ സൈന്യത്തിന് എടുക്കാമെന്ന് റൂൾ ഓഫ് എൻഗേജ്മെൻറ്റ്സ് ഈ ഗാൽവാൻ സംഭവത്തിന് ശേഷം ജൂൺ 15-ന് ഉണ്ടായ സംഭവത്തിന് ശേഷം നമ്മൾ 2-3 ദിവസത്തിനുള്ളിൽ ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ സമ്പൂർണ്ണ അധികാരം സൈന്യത്തിന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നരവന പറയുന്നത് എന്താണ്? ടാങ്കുകൾ വന്നതെന്ന 2020 ഓഗസ്റ്റ് 3. ജൂൺ 15-ന് സംഭവത്തിന് ശേഷം ജൂൺ 16-നോ 17-നോ സമ്പൂർണ്ണ അധികാരം ആർക്ക് കൊടുത്തിട്ടുണ്ട്? സൈന്യത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനാണ് ഈ നരവന 20-ാം തീയതി ഓഗസ്റ്റ് 3, 2020 ഓഗസ്റ്റ് 3-ന് കേന്ദ്ര സർക്കാർ, ഞാൻ മോദിയെ വിളിച്ചു, ഞാൻ രാജ്നാഥ് സിംഗിനെ വിളിച്ചു, ഞാൻ അജിത് ഡോവലിനെ വിളിച്ചിട്ട് അവരാരും ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിന് വീഴ്ച പറ്റി, ഗുരുതരമായ വീഴ്ച പറ്റി. അതുകൊണ്ടാണ് അദ്ദേഹം സംയുക്ത സേന മേധാവിയാകാതിരുന്നത്. അദ്ദേഹം പേടിച്ചു പോയി. ചൈനീസ് ടാങ്ക് വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഈ ചങ്ങായി വരണ്ടു പോയിന്നേ. നമുക്കൊരു വലിയ കരസേനയുടെ തലപ്പത്തിരിക്കുന്ന ആളെ ആക്ഷേപിക്കാൻ ഉദ്ദേശമില്ല. പക്ഷേ ഇത് നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ കേന്ദ്ര സർക്കാർ സംയുക്ത സേനാ മേധാവി ആക്കാത്തതിൻ്റെ ഒരു ചുരുക്കം കൂടെ വെച്ചിട്ടാണോ പുസ്തകം എഴുതിയത്? ആ പുസ്തകം ഇനിയൊരു വിവാദമാവട്ടെ എന്ന് വെച്ച് അദ്ദേഹം കാരവന് ചോർത്തി കൊടുത്തതാണോ? അതും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ പ്രസിദ്ധീകരിക്കാത്തൊരു പുസ്തകം പ്രസിദ്ധീകരിച്ച് വന്നിരിക്കുന്നത് ശരിയാണെന്ന് ഉറപ്പിക്കാൻ മാർഗ്ഗമില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകളോ ഇതും അടിച്ചു നോക്കുമ്പോൾ ശുദ്ധ അസംബന്ധം. എന്തിനാണ്? എന്നിട്ടും ഇയാൾ പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? നിങ്ങൾ ഓടിക്കുമെന്നല്ല പറഞ്ഞത്, മുന്നോട്ട് പോകൂ, നിങ്ങൾ ഉചിതം പോലെ ചെയ്യൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റൂൾ ഓഫ് എൻഗേജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പറഞ്ഞു. ചൈനീസ് ടാങ്ക് വന്നെങ്കിൽ അവർ നമ്മളെ അടിക്കുകയാണെങ്കിൽ നമ്മളും അടിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും നമ്മുടെ സർക്കാർ എന്താ ചെയ്തത്? സർക്കാർ കരസേനാ മേധാവി വീഴ്ച വരുത്തിയപ്പോൾ അയാളോട് റൂൾ ഓഫ് എൻഗേജ്മെൻറ്റ് പറഞ്ഞു, എന്താണോ ചെയ്യേണ്ടത് അതങ്ങോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു. സത്യത്തിൽ മോദിക്കും രാജ്നാഥ് സിംഗിനും നമ്മൾ കൈയടിക്കല്ലേ വേണ്ടത്? വീഴ്ച ആരുടെയാ? നരവനയുടെയാണ്. ഇതാണല്ലേ രാഹുൽ ഗാന്ധി അഡ്രസ്സ് ചെയ്യേണ്ടത്. നരവന എന്ന് പറയുന്ന ആൾ എന്തുകൊണ്ട് സംയുക്ത സേനാ മേധാവി ആയില്ല എന്നെനിക്കിപ്പോൾ മനസ്സിലായി. ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി? ഇങ്ങനൊരു വീഴ്ച ഇയാൾ വരുത്തിയിരുന്നു അല്ലേ എന്നല്ലേ ചോദിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ എന്ത് നടപടിയെടുത്തു അയാൾക്കെതിരെ എന്നല്ലേ ഈ പ്രതിപക്ഷ നേതാവ് ചോദിക്കേണ്ടത്. പകരം എന്താ പറയുന്നത്? ചൈനീസ് ആക്രമണം വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് കരസേനാ മേധാവിയോട് പറഞ്ഞില്ല. എടാ, വെള്ളത്തിൽ ഒരുത്തം വീണു,
നീന്തൽ അറിയാം. അവനും പറയുകയാണ്, ആ കരയിൽ നിന്ന ആളുകൾ നീന്തലാന്ന് എന്നോട് പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ മുങ്ങിച്ചത്തു എന്ന് പറഞ്ഞാൽ വല്ല ന്യായമുണ്ടോ? ഇദ്ദേഹത്തിന് അധികാരമുണ്ട് ചെയ്യാൻ. നമ്മൾ റൂൾ ഓഫ് എൻഗേജ്മെൻറ്റ്സ് മാറ്റിയിട്ടുണ്ട്, ആക്ട് ചെയ്യാം. അപ്പോൾ ചൈനയെ ഇയാൾ പേടിച്ചു പോയെങ്കിൽ ജനറൽ നരവന ഭയന്നു പോയോ? എന്തുകൊണ്ട് ആക്ട് ചെയ്തില്ല? ഇതാണല്ലേ ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ അതിനു പകരം എല്ലാം രാജ്യത്തിനെതിരെ, രാജ്യത്തെ സൈന്യത്തിൻ്റെ മുറയിൽ കളയുന്ന തരത്തിൽ സങ്കുചിതമായ രാഷ്ട്രീയം കൊണ്ട് നടക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്ര വിശദമായി ഇതിൻ്റെ വസ്തുത മലയാളത്തിൽ മറ്റാരും പറഞ്ഞിട്ടുമില്ല. കാരണം അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, പറയേണ്ടെന്ന് വെച്ചിട്ടാണ് പറയുന്നത്. ഞങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.